ഇന്നൊരു 1 kg വെയിറ്റ് വരുന്ന നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബൂസ്റ്റിൻ്റെ ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു കേക്കിന്. അത്യാവശ്യം നല്ല റിച്ച് ആയിട്ട് തന്നെ ഫില്ലിങ്സ് ഒക്കെ ചേർത്തിട്ടുള്ള ഒരു കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്കിന് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കാണ് ഇത് കാണുമ്പോൾ മനസ്സിലാകുമല്ലോ എത്ര ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണെന്ന്. അപ്പോൾ റെസിപ്പിയിലേക്ക് പോയാലോ. അതിന് ആദ്യം തന്നെ വേണ്ടത് മൈദയാണ്. 250 ml കപ്പിൽ 1 കപ്പ് മൈദയാണ് വേണ്ടത്. അതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റും ഇട്ട് കൊടുക്കാം. ബൂസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. ഇതിൽ ഷുഗർ സിറപ്പിലും ഫില്ലിങ്സിലും ഒക്കെ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. ഇനി ഇത് 3 തവണ നന്നായിട്ട് നരിച്ച് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 2 പാത്രം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. 4 മുട്ടയാണ് കേട്ടോ വേണ്ടത്. 4 മുട്ടയുടെയും വൈറ്റും യോക്കും സെപ്പറേറ്റ് ആക്കിയാണ് ഞാൻ ചെയ്യുന്നത്. യോക്കും വൈറ്റും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി 1 കപ്പ് പൊടിച്ച പഞ്ചസാര വൈറ്റിലേക്കും യോക്കിലേക്കും പകുതിയായി ചേർത്ത് കൊടുക്കാം. ഇനി മുട്ടയുടെ മഞ്ഞയിലേക്ക് 1 നുള്ളു ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എഗ്ഗ് വൈറ്റ് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് വൈറ്റ് ബീറ്റ് ചെയ്തെടുത്ത ശേഷം എഗ്ഗ് യോക്ക് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടയുടെ മഞ്ഞ കളർ മാറി നല്ല വൈറ്റ് കളർ ആകുന്നത് വരെ ബീറ്റ് ചെയ്യണം. ഇതുപോലെ ആയാലും 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ബീറ്റർ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമുക്ക് ഓവൻ പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. 180 ഡിഗ്രിയിൽ 10 മിനിറ്റാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചേക്കുന്നത്. സ്റ്റൗവിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്ന പാത്രം ഏതാണോ അതൊരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. ഇനി അരിച്ചു വെച്ചിരിക്കുന്ന മൈദയും മുട്ടയും മിക്സാക്കി എടുക്കാം. അതിനുവേണ്ടി മുട്ടയുടെ മഞ്ഞയിലേക്ക് മൈദയും എഗ്ഗ് വൈറ്റും കുറച്ചായി 3 തവണയായി ചേർത്ത് പതുക്കെ മിക്സ് ചെയ്തെടുക്കണം. സ്പീഡിൽ ഇളക്കരുതേ. മിക്സാക്കിയ ശേഷം ഈ ബാറ്റർ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സ്ക്വയർ മോൾഡിലാണ് ചെയ്യുന്നത്. മോൾഡിലേക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ മുഴുവനായി മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായി ടാപ്പ് ചെയ്ത് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ ശേഷം ഓവനിൽ വെച്ച് കൊടുക്കാം. 180 ഡിഗ്രിയിൽ 45 മിനിറ്റാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കിയെടുക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് തിളപ്പിച്ച പാലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ചേർക്കുന്നുണ്ട്. 1 കവർ ബൂസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. ഇനി ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെയാണ് കേട്ടോ പാലെടുത്തിരിക്കുന്നത്. നമ്മുടെ സ്പഞ്ച് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യാൻ തുടങ്ങാം. സ്പഞ്ച് തണുത്ത ശേഷം 3 ലെയറായി കട്ട് ചെയ്തെടുക്കാം. 1/2 കപ്പ് വിപ്പിംഗ് ക്രീം നന്നായി ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി ബോർഡിലേക്ക് കുറച്ച് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കവർ ബൂസ്റ്റ്, ക്രഷ് ചെയ്ത ബദാം, വൈറ്റ് ചോക്കോ ചിപ്സ്, ഡാർക്ക് ചോക്കോ ചിപ്സ് ഇത്രയും ഇട്ട് കൊടുത്ത ശേഷം കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫില്ലിങ്സ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി സെക്കൻഡ് ലെയർ വെച്ച് നന്നായി വെറ്റ് ചെയ്ത ശേഷം വീണ്ടും ബദാം, ബൂസ്റ്റ്, ചോക്കോ ചിപ്സ്, കണ്ടൻസ്ഡ് മിൽക്ക് എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി തേർഡ് ലെയർ വെച്ച് വെറ്റ് ചെയ്ത് ഐസിങ് ചെയ്തെടുക്കാം. ഇവിടെ ഡെക്കറേഷനും ഫില്ലിങ്ങിനും എല്ലാം കൂടെ 5 കവർ ബൂസ്റ്റാണ് വേണ്ടി വന്നിട്ടുള്ളത്. ഇനി നന്നായി ഐസിങ് ചെയ്തെടുക്കാം. ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെയാണ് സ്ക്വയർ കേക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്തെടുക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഐസിങ് ചെയ്തെടുത്ത ശേഷം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം ചേർത്ത് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. ഇത് തണുത്ത ശേഷം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ ബബിൾസ് പോലെ ചെയ്ത് കൊടുക്കാം. മാറ്റർ എഴുതാനാണ് കുറച്ച് സ്പേസ് ഞാൻ വിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ബൂസ്റ്റ് അരിപ്പയിലാക്കി ഇതുപോലെ അരിച്ച് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ബബിൾസിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി ഇതുപോലെ ഗനാഷ് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാറ്റർ എഴുതാനുള്ള സ്പേസിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതെടുത്ത് മാറ്റാം. ഇനി സൈഡിലൊക്കെ ബദാമും ചോക്കോ ചിപ്സും ഇതുപോലെ വെച്ച് കൊടുത്ത് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. 4 വശവും ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലവറാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഫ്ലവറും ലീഫും വരച്ചു കൊടുക്കാം. ഫോണ്ടൻറ്റിലാണ് മാറ്റർ എഴുതി വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നട്ടി ബബിൾ കേക്കിൻ്റെ റെസിപ്പി.
ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.